പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, റോമർ 2:29 തിരുവചനം പറയുകയാണ്, ആന്തരികമായി യഹൂദനായിരിക്കുന്നവനാണ് യഥാർത്ഥ യഹൂദൻ. ഹൃദയത്തിൽ നടക്കുന്ന പരിച്ഛേദനമാണ് യഥാർത്ഥ പരിച്ഛേദനം. ജെറമിയ 4:14 കർത്താവ് അരുളി ചെയ്യുന്നുണ്ട്, നിന്റെ ഹൃദയത്തിൽ നിന്ന് ദുഷ്ടത കഴുകിക്കളയുക, എന്നാൽ നീ രക്ഷപ്പെടും. എത്ര നാളാണ് നീ ദുഷിച്ച ചിന്തകളും പേറി നടക്കുക? ജോയൽ 2:13 കർത്താവ് അരുളി ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയമാണ് വസ്ത്രമല്ല കീറേണ്ടത്, നിങ്ങളുടെ ദൈവമായ കർത്താവിങ്കിലേക്ക് മടങ്ങുവിൻ. അപ്പം നമ്മുടെ ഹൃദയത്തിനാണ് മാറ്റങ്ങൾ വരേണ്ടത്. മാറ്റങ്ങൾ വരണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം നാം ശ്രവിക്കുകയും അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ നാം തയ്യാറാകുകയും വേണം. യേശു പറയുന്നുണ്ട്, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ എന്ന്. നമ്മുടെ ഹൃദയം മറ്റെന്തിനേക്കാളും കാപട്യമുള്ളതും ദുഷിച്ചതുമാണെന്ന് കർത്താവ് പറയുന്നു. കാരണം കർത്താവ് നമ്മുടെ ഹൃദയത്തെ കാണുന്നുണ്ട്. നാം തിന്മകളെല്ലാം ഉപേക്ഷിച്ച് നന്മയിലേക്ക് വരുമ്പോഴാണ് വിശുദ്ധിയിലേക്ക് കടക്കാൻ നമുക്ക് സാധിക്കുന്നത്. നമ്മുടെ ഹൃദയങ്ങളെ കഴുകി വിശുദ്ധീകരിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനം നമ്മെ വിശുദ്ധിയുള്ളവരാക്കി മാറ്റും. യോഹന്നാൻ 15:3 യേശു പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. എബ്രായർ 4:12 തിരുവചനം പറയുന്നു, ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ആത്മാവിലും ചേതലിലും സന്ധിബന്ധങ്ങളിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ് എന്ന്. എന്തുകൊണ്ടാണ് നമുക്ക് തെറ്റുകൾ പറ്റുന്നത്? മത്തായി 22:29 യേശു പറയുന്നുണ്ട്, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുകൾ പറ്റുന്നത് എന്ന്. യോഹന്നാൻ 17:17 യേശു പറയുന്നു, യേശു തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് നാം കാണുന്നുണ്ട്. അവരെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ, അവിടുത്തെ വചനമാണ് സത്യം. 1 തെസ്സലോനിക്ക 4:3 തിരുവചനം പറയുന്നു, നിങ്ങളുടെ വിശുദ്ധീകരണമാണ് കർത്താവ് അഭിലഷിക്കുന്നത്, അസന്മാർഗികതയിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറണം. എബ്രായർ 12:14 വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ. വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. വിശുദ്ധി കൂടാതെ ദൈവത്തെ ദർശിക്കുവാനും നമുക്ക് സാധിക്കുകയില്ല. തുടർന്ന് പറയുകയാണ്, ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുവിൻ. വിദ്വേഷം മൂലം പലരും അശുദ്ധരായി തീരുന്നു. നമ്മുടെ ഹൃദയത്തെ നാം പരിശോധിച്ചാൽ പലരോടും നാം വെറുപ്പും വൈരാഗ്യവും വിദ്വേഷവും പ്രതികാര ചിന്തകളും ഒക്കെ നമ്മുടെ ഹൃദയത്തിൽ നാം സൂക്ഷിക്കുന്നുണ്ട്. ഭിന്നതയും കലഹവും വാശിയും വൈരാഗ്യവും വിദ്വേഷവും നമ്മിൽ വിതയ്ക്കുന്നത് നമ്മുടെ ശത്രുവായ പിശാചാണ്. തിന്മകൾ നമ്മുടെ ഹൃദയത്തിൽ നാം സൂക്ഷിക്കുമ്പോൾ നാം അശുദ്ധരായി മാറുകയാണ്. നാം അശുദ്ധരായി മാറുമ്പോൾ ദൈവത്തെ ദർശിക്കുവാനോ ദൈവത്തോടൊപ്പം വസിക്കുവാനോ നമുക്ക് സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ജെറമിയ 4:14 കർത്താവ് നമ്മോട് അരുളി ചെയ്യുന്നത്, നിന്റെ ഹൃദയമാണ് കഴുകിക്കളയേണ്ടത്, നിന്റെ ഹൃദയത്തിൽ നിന്ന് ദുഷ്ടത കഴുകിക്കളയുക, എന്നാൽ നീ രക്ഷപ്പെടും. എത്ര നാളാണ് ഈ ദുഷിച്ച ഹൃദയവും പേറി നടക്കുക? വെളിപാട് 3:20 തിരുവചനം പറയുന്നു, ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് വരും, ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും. നമ്മുടെ ഹൃദയവാതിക്കൽ മുട്ടുന്ന ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ ഹൃദയത്തെ വിശുദ്ധീകരിക്കാം. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.